യഥോ ധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. പറഞ്ഞു വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായി പറഞ്ഞത് ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിൽ നാരദ മഹർഷി എത്തുന്നതും പാണ്ഡവർക്ക് 5 പേർക്കും കൂടെ ദ്രൗപദി മാത്രം ഭാര്യയായി ഉള്ളതുകൊണ്ട് അവർ പരസ്പരം കലഹിക്കാൻ അവസരമുണ്ടാവാതിരിക്കുന്നതിലേക്ക് വേണ്ടി ഒരു പൂർവ്വകാല കഥ പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും, ഈ കഥ കേട്ടതിന് ശേഷം 1 വർഷം ഒരാളുടെ മാത്രം ഭാര്യയായിരിക്കാൻ അവർ 5 പേരും പരസ്പരം തീരുമാനിക്കുന്നതും, അങ്ങനെ അവർ നാരദ മഹർഷിയുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായ ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞു നിർത്തിയത്. തുടർന്ന് നാരദ മഹർഷി അവിടെ നിന്ന് പുറപ്പെടുകയും തുടർന്നും പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥം വളരെ ഭംഗിയായ രീതിയിൽ ഭരണം നടത്തി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കെ ഒരു നാൾ ഒരു ബ്രാഹ്മണൻ തൻ്റെ പശുക്കളെ ഏതാനും തസ്കരന്മാർ കൊണ്ടുപോയി അതിനെ ഏതെങ്കിലും വിധത്തിൽ തനിക്ക് തിരിച്ചു പിടിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിലെത്തി അർജുനനോട് ആവരാതി പറയുന്നതും, ഈ ആവരാതി കേട്ടുകഴിഞ്ഞ അർജുനൻ ആ വിപ്രനോട് താൻ തസ്കരരെ നേരിട്ട് അവരിൽ നിന്ന് പശുക്കളെ നേടി വിപ്രൻ നൽകുന്നതാണ് എന്ന് ഉറപ്പ് കൊടുത്തതിനു ശേഷം ആയുധങ്ങൾ എടുക്കുന്നതിലേക്ക് വേണ്ടി ആയുധപ്പുരയിലേക്ക് പോവുകയും ആയുധപ്പുരയിലെത്തിയ അർജുനൻ അവിടെ ധർമ്മപുത്രരും ദ്രൗപദിയുമായി സംഭാഷണം നടത്തി ഇരിക്കുന്നത് കാണാനും ഇടയായി. ധർമ്മസങ്കടത്തിലായ അർജുനൻ ഈ വിധം ചിന്തിച്ചു, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഉള്ളിലേറി ആയുധങ്ങൾ എടുത്താൽ നമ്മളുടെ വ്യവസ്ഥ ലംഘിക്കുന്ന കാരണത്താൽ ഞാൻ നാളെ മുതൽ തീർത്ഥാടനത്തിന് പോകേണ്ടി വരും. എന്നാലിപ്പോൾ അകത്ത് കയറി ആയുധങ്ങൾ എടുക്കാതിരുന്നാൽ ആ വിപ്രൻ്റെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ തനിക്ക് കഴിയുന്നതുമല്ല. ഇതിലേതാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച അർജുനന് ഇതിൽ ഏറ്റവും ഉചിതമായത് രാജനീതി, രാജാവിൻ്റെ മുന്നിലെത്തുന്ന അപേക്ഷകൻ്റെ അപേക്ഷ സ്വീകരിച്ച് അവനെ സംരക്ഷിക്കുക ആണ് രാജധർമ്മം എന്ന് ബോധ്യമായ അർജുനൻ രാജധർമ്മം നിറവേറ്റാൻ തന്നെ തീരുമാനിച്ചു. തീർത്ഥാടനത്തിന് പോകേണ്ടി വന്നാലും കുഴപ്പമില്ല എന്നതിനാൽ അർജുനൻ അകത്ത് കയറി യുധിഷ്ഠിരനോട് അനുവാദം വാങ്ങി ആയുധങ്ങളെടുത്ത് പുറത്തു പോവുകയും വിപ്രനോടൊപ്പം പോയി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പശുക്കളെ തസ്കരന്മാരിൽ നിന്ന് വീണ്ടെടുത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്തതിന് ശേഷം കൊട്ടാരത്തിലെത്തിയ അർജുനൻ ജ്യേഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു, നമ്മൾ പരസ്പരമുണ്ടാക്കിയ വ്യവസ്ഥ ലംഘിച്ചിരിക്കുകയാണ്. ആ വ്യവസ്ഥാലംഘനത്തിൻ്റെ പരിഹാരമായി ചെയ്യേണ്ട തീർത്ഥാടനത്തിന് പോകാൻ ഞാൻ തയ്യാറാണ്. ജ്യേഷ്ഠൻ അതിന് അനുമതി നൽകണം എന്ന്. എന്നാൽ യുധിഷ്ഠിരൻ അത്ഭുതപ്പെടുകയും നീ മനഃപൂർവ്വം വ്യവസ്ഥ ലംഘിച്ചതല്ല എന്നും രാജധർമ്മം നിർവഹിക്കുന്നതിലേക്ക് വേണ്ടി ആയുധങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ ആവശ്യമായിരുന്നുവെന്നും അതിനാൽ നീ വ്യവസ്ഥ ലംഘിച്ചതായി എനിക്ക് തോന്നുന്നില്ലെന്നും നീ ഒരിടവും പോകേണ്ട ആവശ്യമില്ല എന്നും ധർമ്മപുത്രർ അർജുനോട് പറയുകയും എന്നാൽ താൻ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നുവെന്നും നമ്മുടെ സത്യപ്രതിജ്ഞയ്ക്ക് ആദ്യമായി വിഘ്നം വരുത്തിയ ഞാൻ ആ വ്യവസ്ഥ പാലിക്കാതെ വന്നാൽ ഏതെങ്കിലും കാരണങ്ങൾ വ്യവസ്ഥകൾ പറഞ്ഞ് പലരും ഇത് തുടർന്ന് പാലിക്കാൻ ഇടയില്ല എന്നും ആയതിനാൽ എന്നെ തീർത്ഥാടനത്തിന് പോകാൻ ജ്യേഷ്ഠൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ച അർജുനനോട് നിർവാഹമില്ലാതെ ധർമ്മപുത്രർ അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ തീർത്ഥാടനത്തിന് പോകാൻ തീരുമാനിച്ച അർജുനനോടൊപ്പം ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിന് സമീപവും ആ രാജ്യത്തുള്ള ഉണ്ടായിരുന്ന അനേകം തീർത്ഥാടന മോഹികളും വിദഗ്ധരായ ജ്ഞാനികളും യതികളും ഒക്കെയായ അനേകം പേർ അർജുനനെ അനുഗമിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അർജുനനോടൊപ്പം ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിൽ നിന്ന് അങ്ങ് തീർത്ഥയാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയും ചെയ്തു. അർജുനനും കൂട്ടാളികളും ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം
പല പല സ്ഥലങ്ങളും പല തീർത്ഥഘട്ടങ്ങളും പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചതിന് ശേഷം അവസാനം ഗംഗാതീരത്തെത്തുകയും ഏതാനും നാൾ ഗംഗാ നദിയുടെ തീരത്ത് താമസിക്കാം എന്ന് തീരുമാനിച്ച് അർജുനനും കൂട്ടാളികളുമായി പർണശാല കെട്ടി അവിടെ ഏതാനും നാളുകൾ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ അർജുനൻ ഗംഗയിലിറങ്ങി കുളിക്കുന്നതിലേക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ആ ഗംഗയിൽ അർജുനെ കാണാനിടയായ ഒരു കന്യക, അതായത് നാഗകന്യക, ആ കാലഘട്ടത്തിൽ നാഗരാജാവിൻ്റെ പുത്രിയായ ഉലൂബി എന്ന നാഗകന്യക അർജുനെ കാണാനിടയാവുകയും അർജുനനിൽ കാമമോഹിതയായ ഉലൂബി അർജുനനെ മായാവലയത്തിലാക്കി അങ്ങ് നാഗലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നാഗലോകത്തെത്തി ഉലൂബിയുടെ അന്തഃപുരത്തിൽ നിന്ന് സ്ഥലകാല ഭ്രമം മറന്ന് സ്വബുദ്ധി തിരിച്ചു കിട്ടിയ അർജുനൻ നീ ആരാണെന്നും എന്തിനെന്നെ ഇവിടെ കൊണ്ടുവന്നുവെന്നും ആ സുന്ദരിയായ കന്യകയോട് ചോദിക്കുകയും അവൾ ഞാൻ ഈ നാഗരാജാവായ കൗരവ്യൻ്റെ പുത്രി ഉലൂബിയാണെന്നും അങ്ങയെ കണ്ട് കാമമോഹിതയായാണ് ഞാൻ അങ്ങയെ മായാവലയത്തിലാക്കി ഈ നാഗലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്നും അങ്ങ് എന്നെ സ്വീകരിച്ച് എന്നോടൊപ്പം ഈ നാഗലോകത്ത് ജീവിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത് കേട്ട് കഴിഞ്ഞ അർജുനൻ ഉലൂബിയോടായി പറഞ്ഞു, കന്യകേ, നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഞാൻ 12 വർഷം ബ്രഹ്മചര്യാവ്രതമെടുത്ത് തീർത്ഥാടനം നടത്തുന്ന വ്യക്തിയാണ്. എനിക്ക് നിൻ്റെ അപേക്ഷ സ്വീകരിക്കാൻ ഒരു കാരണവശാലും സാധ്യമല്ല എന്ന്. ഇത് കേട്ട ഉലൂബി ഇങ്ങനെ പ്രതിവചിച്ചു, മറ്റൊന്നുമല്ല, അല്ലയോ അർജുന, അങ്ങ് പാണ്ഡവരും ചേർന്ന് ദ്രൗപദിയുടെ പേരിലെടുത്ത ആ സത്യപ്രതിജ്ഞയുടെ സത്യങ്ങളെല്ലാം എനിക്കറിയാവുന്നതാണ്. ആ വ്യവസ്ഥകളെല്ലാം ദ്രൗപദിയുടെ കാര്യത്തിൽ മാത്രം പാലിക്കേണ്ടതാണ്. പാണ്ഡവരുടെ ഇടയിലും ദ്രൗപദിയുടെ ഇടയിലും മാത്രം പാലിക്കേണ്ട ആ വ്യവസ്ഥ പുറത്തങ്ങേക്ക് ബാധകമല്ല. ആയതിനാൽ അങ്ങ് എന്നെ സ്വീകരിച്ചാലും എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇനി ഉണ്ടാവുകയില്ല. അത്രമാത്രം ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു എന്ന് ഉലൂബി അർജുനെ അറിയിക്കുകയും ഉലൂബിയുടെ ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനൻ ചിന്തിച്ചു ഇത് വാസ്തവമാണെന്നും തൻ്റെ സത്യപ്രതിജ്ഞ പാണ്ഡവരും പാഞ്ചാലിയും ആയി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞയാണെന്നും അത് മറ്റു സ്ഥലങ്ങളിൽ പാലിക്കേണ്ട ആവശ്യമില്ല എന്ന് ഉലൂബി പറഞ്ഞത് സത്യമാണ് എന്നും ബോധ്യമായ അർജുനൻ ഉലൂബിയുടെ ആവശ്യം അംഗീകരിച്ച് അന്നു മുതൽ ഉലൂബിയോടൊപ്പം ആ നാഗലോകത്ത് നാഗരാജാവിൻ്റെ കൊട്ടാരത്തിൽ ഉലൂബിയുടെ അന്തഃപുരത്തിൽ താമസിക്കുകയും ചെയ്തു. ഏതാനും നാളുകൾ ഉലൂബിയുടെ അന്തഃപുരത്ത് ഉലൂബിയുടെ ഒപ്പം താമസിച്ച അർജുനനിൽ നിന്ന് ഉലൂബിക്കൊരു പുത്രനുണ്ടാവുകയും ആ പുത്രനാണ് പിൽക്കാലത്ത് അതിശ്രേഷ്ഠനും ധീരയോദ്ധാവും അതീവ സുന്ദരനും ആയ ഇരാവാൻ എന്നറിയപ്പെടുന്ന യുവാവ്. ഏതാനും നാളുകൾ ഉലൂബിയോടൊപ്പം ആ നാഗരാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അന്തഃപുരത്തിൽ താമസിച്ച അർജുനൻ ഉലൂബിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഗംഗാതീരത്ത് തിരിച്ചെത്തുകയും തൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ സംഭവിച്ച സംഭവങ്ങളെല്ലാം കൂട്ടാളികളായ ദേശാടകരോട് അർജുനൻ അറിയിക്കുകയും ചെയ്തു. ശേഷം ആ ഗംഗാതീരത്ത് നിന്ന് അർജുനനും കൂട്ടാളികളും അങ്ങ് ഹിമവൽ സാനുക്കൾ ലക്ഷ്യമാക്കി തീർത്ഥാടനം തുടരുകയും അനേകം നാളത്തെ യാത്രകൾ കൊണ്ട് ഹിമാലയ സാനുക്കളും അനേകം നാട്ടുരാജ്യങ്ങളും പിന്നിട്ട അർജുനനും കൂട്ടാളികളും അവസാനം മണിപുരം എന്ന രാജ്യത്തെത്തുകയും ആ മണിപുരം അന്ന് വാഴുന്നത് ചിത്രാംഗതൻ എന്ന മഹാരാജാവായിരുന്നു. ആ ചിത്രാംഗതൻ എന്ന മഹാരാജാവിൻ്റെ പുത്രിയായ ചിത്രാംഗതയെ അർജുനൻ വിവാഹം കഴിക്കുകയും
ചിത്രാംഗതയോടൊപ്പം 3 വർഷം മണിപുരം കൊട്ടാരത്തിൽ വാഴുകയും ചെയ്തു. ഈ സമയത്ത് ചിത്രാംഗതയ്ക്കും അർജുനിൽ നിന്നൊരു പുത്രനുണ്ടായി. അവനും പിൽക്കാലത്ത് അതീവ ശ്രേഷ്ഠനും പ്രബലനും ബലവാനുമായിരുന്നു. അവൻ്റെ പേര് ബഭ്രുവാഹനൻ എന്നായിരുന്നു. അങ്ങനെ അതിനുശേഷം അർജുനൻ ചിത്രാംഗതയോട് യാത്ര പറഞ്ഞ് മണിപുരം രാജ്യത്ത് നിന്ന് കിഴക്കോട്ട് യാത്രയാവുകയും അനേകം പുണ്യസ്ഥലങ്ങളും തീർത്ഥസ്ഥലങ്ങളുമൊക്കെ സന്ദർശിച്ച് മുന്നേറുകയായിരുന്ന അർജുനനും കൂട്ടാളികളും ഒരു സമയത്ത് അനേകം ഋഷിവര്യന്മാർ ഒരുമിച്ച് കൂട്ടമായി താമസിക്കുന്ന ഒരു പ്രദേശത്തെത്തുകയും അവരോടൊപ്പം ഏതാനും നാളുകൾ അവിടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ അധിവസിക്കുന്ന സമയത്ത് അനേകം തീർത്ഥങ്ങളുണ്ടായിരുന്ന ആ ഋഷിവര്യന്മാരുടെ പർണശാലകൾക്ക് സമീപം ഒരു 5 തീർത്ഥത്തിൽ ഒരു ഋഷിവര്യന്മാരും ഇറങ്ങാതിരിക്കുന്നത് കണ്ട് ഒരു നാൾ അർജുൻ ഋഷിവര്യന്മാരോട് ചോദിച്ചു, എന്താ മഹാത്മാക്കളെ നിങ്ങൾ ഈ 5 തീർത്ഥഘട്ടത്തിലും ഇറങ്ങുകയോ കുളിക്കുകയോ ജലമെടുക്കുകയോ ചെയ്യാതിരിക്കുന്നത് കാരണമെന്താണ് എന്ന് അന്വേഷിച്ച അർജുനനോടായി ആ ഋഷിവര്യന്മാർ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ അർജുന, ആ 5 തീർത്ഥങ്ങളിലും വളരെ വലിപ്പങ്ങളുള്ള ഓരോ മുതലകൾ ഓരോ തീർത്ഥത്തിലുമുണ്ട്. ആ ഏതെങ്കിലും തീർത്ഥത്തിൽ ഏതെങ്കിലും ഋഷിവര്യന്മാർ ഇറങ്ങാനിടയായാൽ ഇറങ്ങിയവരെ ആ മുതലകൾ പിടിച്ചു തിന്നുന്നത് പതിവാണ്. അതുകൊണ്ട് ഒരു ഋഷിവര്യന്മാരും ഈ 5 തീർത്ഥങ്ങളിലും ഇറങ്ങാറില്ല എന്ന് അർജുനനെ അറിയിക്കുകയും ഇത് കേട്ടുകഴിഞ്ഞ് അർജുനൻ ഉടൻ തന്നെ ഒരു തീർത്ഥത്തിലേക്ക് ചെന്ന് ഇറങ്ങാൻ പോവുകയും എന്നാൽ ഋഷിവര്യന്മാർ ഒരു കാരണവശാലും ഇറങ്ങരുതേ എന്ന് അർജുനനെ വിലക്കി. അത് കേൾക്കാതെ അർജുനൻ ഒരു തീർത്ഥത്തിൽ ചെന്നിറങ്ങുകയും ഉടൻ തന്നെ വളരെ വലിപ്പമുള്ള ഒരു മുതല വന്ന് അർജുനനെ പിടിക്കാനിടയാവുകയും ചെയ്തു. ഈ മുതലയെ നിമിഷനേരം കൊണ്ട് അർജുനൻ തൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് കൂട്ടിപ്പിടിച്ച് കരയിലേക്ക് വലിച്ചിടുകയും കരയിലേക്ക് എത്തിക്കഴിഞ്ഞ് ആ മുതല നിമിഷം കൊണ്ട് ഒരു അപ്സര സ്ത്രീയായി മാറുകയും ചെയ്തു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട അർജുനനും കൂടെ ഉണ്ടായിരുന്ന ഋഷിവര്യന്മാർ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അർജുനൻ ആ അപ്സരസിനോടായി ചോദിച്ചു, നീ ആരാണ്, നീ എങ്ങനെ ഈ മുതലയായി എന്ന്. ഇത് കേട്ടുകഴിഞ്ഞ ആ അപ്സരസ് ഇപ്രകാരം പറഞ്ഞു, ഹേ മഹാത്മാവേ, ഞാൻ ദേവാരണ്യത്തിൽ വസിക്കുകയായിരുന്ന ഒരു അപ്സരസാണ്. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം എൻ്റെ സഖികളായി 4 പേർ കൂടെ ഉണ്ട്. നമ്മൾ 5 പേരുമായി ഒരു നാൾ ദേവാരണ്യത്തിൽ നിന്ന് ദേവലോകത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് വഴിക്ക് ഒരു യുവകോമളനായ ബ്രാഹ്മണകുമാരൻ തപസ് ചെയ്തിരിക്കുന്നത് കാണുകയും ആ യുവകോമളൻ്റെ ആകാരഭംഗിയിൽ ആകൃഷ്ടരായ നമ്മൾ അദ്ദേഹത്തെ തപസ്സിൽ നിന്ന് വ്യതിചലിപ്പിച്ച് നമ്മളെ മോഹിപ്പിക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ അവിടെ നൃത്തമാടുകയും ആടിപ്പാടുകയും ഒക്കെ ചെയ്തു. ഇത് കണ്ട് കോപിഷ്ഠനായ ആ യുവാവ് നമ്മെ ശപിക്കാനിടയായി. നിങ്ങൾ നൂറ്റാണ്ടുകൾ മുതലകളായി ജീവിക്കാനിടവരട്ടെ എന്ന് ശപിച്ച ആ ബ്രാഹ്മണ യുവാവിൻ്റെ കാൽക്കൽ വീണ് നമ്മൾ ക്ഷമാപണം നടത്തി ഏത് വിധേനയും നമുക്ക് ശാപമോക്ഷം നൽകണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ ആ കുമാരൻ ഇപ്രകാരം പറഞ്ഞു, ഒരു നാൾ അതീവ ബലവാനായ ഒരു യോദ്ധാവ് വന്ന് നിങ്ങൾ വസിക്കുന്ന തീർത്ഥഘട്ടത്തിൽ നിന്ന് നിങ്ങളെ വലിച്ച് കരയ്ക്ക് കയറ്റും. നിങ്ങളെ കരയ്ക്ക് കയറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞ നമ്മൾ അങ്ങനെ അന്വേഷണം നടക്കുകയായിരുന്നു. ഏത് തീർത്ഥത്തിൽ നമ്മൾ വസിച്ചാലാണ് ആ മുനികുമാരൻ പറഞ്ഞ യുവാവ്
നമ്മളെ വലിച്ച് കരയ്ക്ക് കയറ്റുന്നത് എന്ന് ആലോചിച്ച് അങ്ങനെ നടക്കുന്ന സമയത്ത് നാരദ മഹർഷിയെ കാണാനിടയാവുകയും അദ്ദേഹം നമുക്ക് ഈ വിധത്തിൽ നിർദ്ദേശം തരികയും ചെയ്തു. അദ്ദേഹമാണ് ഈ തീർത്ഥങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയതും ഇവിടെ വസിക്കാനിടയായാൽ ഇവിടെ വസിക്കുന്ന നമ്മളെ പാണ്ഡുപുത്രനായ ധീരയോദ്ധാവ് അർജുനൻ ഇവിടെ കടന്നു വരുമെന്നും നമ്മൾ ഓരോരുത്തരെയും വലിച്ച് കരയ്ക്ക് കയറ്റുമെന്നും ആ കരയ്ക്ക് കയറ്റുമ്പോൾ നമുക്ക് ശാപമോക്ഷം കിട്ടുമെന്നും നമ്മളെ നാരദ മഹർഷി അറിയിച്ച പ്രകാരമാണ് ഈ തീർത്ഥങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഇവിടെ മുതലയായി കഴിയുന്നത് എന്ന്. എന്നെപ്പോലെ എൻ്റെ സഖികളായ 4 പേരെയും കൂടെ അങ്ങ് മഹാമനസ്കതനായി വലിച്ച് കരയ്ക്ക് കയറ്റിയാലും പ്രഭോ എന്നാവശ്യപ്പെട്ട ആ ദേവ കന്യകയുടെ അപേക്ഷപ്രകാരം അർജുനൻ ഓരോ തടാകങ്ങളിലും ഇറങ്ങി ഓരോ മുതലകളെയായി വലിച്ച് കരക്കയറ്റുകയും അത്ഭുതപ്പെടുന്നു പറയട്ടെ, ഓരോരുത്തരും അപ്പോൾ തന്നെ അപ്സരസുകളായി വരികയും ചെയ്തു. അങ്ങനെ 5 അപ്സരസുകളും പുറത്തു വന്നതിന് ശേഷം 5 പേരും അർജുനനെ പ്രണമിച്ച് യാത്ര ചോദിച്ച് അങ്ങ് ദേവാരണ്യത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു. ഇതിനുശേഷം അത്ഭുതപ്പെട്ട് നിൽക്കുന്ന മുനിവര്യന്മാരോടൊക്കെ സന്തോഷമായി യാത്ര പറഞ്ഞ് അർജുനനും കൂട്ടാളികളും അവിടെ നിന്ന് യാത്ര തിരിക്കുകയും അവിടെ നിന്ന് നേരെ അർജുനൻ യാത്ര പുറപ്പെട്ടത് ഇന്ന് ഗോകർണത്തിലേക്കായിരുന്നു. ഏറ്റവും പവിത്രമായ, അതായത് ശിവഭഗവാൻ നേരിട്ട് വസിക്കുന്ന ഗോകർണത്തിൽ എത്ര പാപികളായ വ്യക്തികളായാൽ പോലും അവരുടെ വലിയ പാപങ്ങൾക്ക് പോലും പരിഹാരമുണ്ടാക്കി മോക്ഷം നൽകുന്ന സ്ഥലമായ ഗോകർണത്തിൽ എത്തി. ഏതാനും നാളുകൾ ഗോകർണത്തിൽ അർജുനനും കൂട്ടാളികളുമായി അധിവസിക്കുകയും ഗോകർണത്തിലെ വാസത്തിന് ശേഷം അർജുനൻ വീണ്ടും ദക്ഷിണ സമുദ്രതീരത്തുകൂടെ ദ്വാരക ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയും ദ്വാരകയ്ക്ക് അടുത്തുള്ള പ്രവാസ തീർത്ഥത്തിലെത്തുകയും ഏതാനും നാൾ ഇനി ഈ പ്രവാസ തീർത്ഥത്തിൽ താമസിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി അർജുനനും കൂട്ടാളികളുമായി അവിടെ താമസമാവുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാനിന്നിവിടെ നിർത്തുന്നു. തുടർന്ന് ഈ പ്രഭാസ തീർത്ഥത്തിലും താമസത്തിൽ ദ്വാരകയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും ദ്വാരകയിൽ ഭഗവാൻ കൃഷ്ണൻ്റെ തന്നെ സഹോദരിയായ സുഭദ്രയെ അർജുനൻ വേളീകരിക്കാൻ ഇടയാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അടുത്ത ഭാഗങ്ങളിൽ പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.